ഒരു വ്യക്തിയുടെ ഔദാര്യം സ്വീകരിക്കുക, അവരുടെ സഹായത്തോടെ വിസ ഒക്കെ സംഘടിപ്പിച്ചിട്ട് US പോയി ആ വിസ ശരിയാക്കി കൊടുത്തവരുടെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് പിന്നെ അവരെ തള്ളി പറയുക, ഇതൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ്. ഇതിനോടനുബന്ധിച്ച് ജോർജ് എന്ന ഈ നല്ലവനായ വ്യക്തിയെ ധാരാളം പേർ തെറി വിളിക്കുകയും തള്ളിപ്പറയുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് പേര് കമൻസ് വഴി ചോദിക്കുന്നുമുണ്ട്, ഈ വിഷയം അങ്ങ് വിട്ടുകൂടെ, എന്തിനാണ് പിന്നെയും ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ. ഒരു വിഷയം പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് പുതിയ എന്തെങ്കിലും വാർത്തകളോ വിവരങ്ങളോ അറിയാൻ ഇടയായാൽ പിന്നീട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടി വരുന്നു. അതുമാത്രവുമല്ല, ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും സാധാരണ എപ്പോഴും കാണുന്ന ആളുകൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നും കമൻസ് വഴി ചോദിക്കാറുണ്ട്. പിന്നെ ഈ ജോർജ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സത്യം മനസ്സിലാകും. പാവം ആ മനുഷ്യൻ്റെ സ്ഥിതി ഇപ്പോൾ വളരെ കഷ്ടം തന്നെയാണ് എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അഭയം കൊടുത്തിട്ട് ഒരു പാതിരാത്രിയിൽ തണുപ്പുള്ള രാത്രിയിൽ വീട്ടിനും വെളിയിലാക്കിയത് ശരിയാണോ ചേട്ടാ? സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ പിന്നീട് വന്ന വീഡിയോയിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അവൾ തന്നെ ഇറങ്ങിപ്പോയി, അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ പറയട്ടെ, ഞാനെന്നല്ല, അമേരിക്കയിലുള്ള ഒരു മലയാളികളെയും ഏത് കുടുംബത്തിൽപ്പെട്ടവരും മലയാളീസും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ രാത്രി 12 മണിക്ക് വെളിയിൽ ഇറക്കി വിടുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ ലോകം പലവിധം എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളൊക്കെ സംസാരിക്കുന്നത് കേട്ടാണ് ഓരോരുത്തർ ഇവിടെ ഇരുന്ന് അവരെക്കുറിച്ച് വിലയിരുത്തുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങനെ ഞാൻ വിളിക്കുകയില്ല. അത് അവിടുത്തെ രീതി അനുസരിച്ചിട്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജീവിതം വളരെ കഷ്ടമാണ്, അടിമ പോലെയാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് പറയുന്നത് അരുണിമ ഇദ്ദേഹത്തിൻ്റെ കഷ്ടതകളെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹം ഒരു അടിമയെ പോലെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അരുണിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നുള്ളത് എൻ്റെ പിന്നീട് വന്ന വീഡിയോയിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. വീഡിയോ ഇട്ടതാണ് എൻ്റെ ഭാഗമാണ്. പിന്നെ പറയുകയാണെങ്കിൽ അരുണിമയ്ക്ക് ധാരാളം സപ്പോർട്ടേഴ്സ് തീർച്ചയായിട്ടും അത് ഉണ്ടാകാതിരിക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും 2 വശം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ 2 ഭാഗവും സംസാരിക്കുന്നവരും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ കുറച്ച് പേര് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വീഡിയോയുടെ താഴെ പറഞ്ഞിട്ടുണ്ട് ജോർജിനെതിരെ. അതിൽ കൂടുതലും നെഗറ്റീവ് കമൻസ് തന്നെയാണ്. കുറച്ച് പേരാകട്ടെ കമൻസിൽ പറയുന്നത് സ്വന്തം വീട്ടിൽ അടിമയെ പോലെ കഴിയുന്നതിനേക്കാളും നല്ലത് തെരുവിൽ കഴിയുന്നതാണ് എന്നൊക്കെയാണ്. ഒരുപാട് പേർക്ക് ജോർജ് എന്ന അദ്ദേഹത്തിനെ വിമർശിക്കുകയും അദ്ദേഹത്തിനെതിരെ കമൻസ് ഇടുകയും ചെയ്യുന്നവരാണ്. ധാരാളം വീഡിയോസൊക്കെ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ വന്നിരുന്നു. പിന്നെ ഇൻസ്റ്റയിലൊക്കെ വരുന്ന ചെറിയ ചെറിയ ക്ലിപ്പിങ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കാര്യങ്ങളുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാതെ ജോർജിനെ വിമർശിക്കുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം യൂട്യൂബിൽ ചെന്ന് നോക്കിയാൽ അതിൽ ആ വീട്ടിൽ നിന്നും അരുണിമ ഇറങ്ങുന്ന ആ നേരത്തുള്ള വീഡിയോ ഉൾപ്പെടെയുള്ള ധാരാളം വീഡിയോസിൻ്റെ പൂർണ്ണ രൂപം നമ്മൾക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ അത് കാണുകയാണെങ്കിൽ ഈ ജോർജിനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നും തോന്നാം. കാര്യം എന്തൊക്കെയായാലും ശരി, 2 ഭാഗവും സംസാരിക്കുന്നവരുണ്ട്. അരുണിമയാകട്ടെ അന്നത്തെ ആ സംഭവം കഴിഞ്ഞിട്ട് വലുതായിട്ട് ഇതിനെക്കുറിച്ചിട്ട് യാതൊരു രീതിയിലും പ്രതികരിച്ചിട്ടുമില്ല. ഇതാണ് നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ ചേച്ചേച്ച് പോയ നമ്മുടെ ജോർജ് ലോനപ്പച്ചേട്ടൻ.
ഓക്കെ, ഈ ഒരു കമന്റ് വേറെ ഒരു കമന്റ് കാണാനിടയായി. അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പാവം അയാളുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു, പിന്നെ ലോകത്തിലില്ലാത്ത തെറി. ഇനി ആ കുടുംബം ഒരാളോടും സ്നേഹം കാണിക്കുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ ജോർജ് എന്ന മനുഷ്യനെ കുറിച്ചിട്ട് ധാരാളം തെറി വിളിച്ചപ്പോഴേക്കും ഒരു സങ്കടം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അദ്ദേഹം കുറേ കാര്യങ്ങൾ തുറന്ന് തന്നെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ അനുഭവമാണ് ഗുരു. ഇനി യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ വെളി രാജ്യങ്ങളൊക്കെ പോകുമ്പോഴേക്കും ഓരോരോ സ്ഥലത്ത് ഇതുപോലെ ഉള്ള ഒരു താമസം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് നോക്കിയാൽ പ്രതികരണം എങ്ങനെ ആയിരിക്കുമെന്ന് ഇനി ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ആയിപ്പോയി ഈ ഒരു പ്രത്യേക സംഭവം. അത് ഇനിയും അതിൻ്റെ ചൂടുപിടിച്ച വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയിട്ടില്ല. കാരണം ഈ പല രാജ്യങ്ങളിലുമുള്ള കൾച്ചർ ഈ പറയുന്നത് പോലെ വ്യത്യസ്തമാണ്. ഓരോ രാജ്യങ്ങളിലെയും വ്യക്തികൾ ഓരോരോ സംഭവങ്ങളോട് പ്രതികരിക്കുന്ന ഭാഷയും അവരുടെ മുഖഭാവവും സംസാര രീതിയും ഒക്കെ വ്യത്യാസപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കുകയും പിന്നെ അതിൻ്റെ പേരിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിവാദങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. എന്തു തന്നെയായാലും നിങ്ങളിൽ പലരും ഈ വിഷയങ്ങളെക്കുറിച്ചിട്ട് ധാരാളം കേൾക്കുകയും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കാണുകയും ചെയ്തിട്ടുള്ളവരായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം ജോർജിൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ഈ ക്ലിപ്പിങ്സൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗം എന്തെങ്കിലും ന്യായമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അരുണിമയ്ക്ക് എതിരെ ഇദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നുള്ളത് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? എന്തു തന്നെയായാലും അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ അരുണിമ എന്ന ട്രാവലിംഗ് വ്ളോഗർ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. പിന്നെ വ്യക്തിപരമായിട്ട് ആരെയും കരുതേച്ച് കാണിക്കാനല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്നവർ വീഡിയോ വന്നിട്ട് സ്കിപ്പ് ചെയ്യാം. അറിയാത്ത ഒരുപാട് പേര് അപ്ഡേറ്റ്സ് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.